അനാവശ്യ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി തൃശൂർ പൂരം അലങ്കോലമാക്കിയെന്ന പരാതിയിൽ തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വം ഭാരവാഹികളുടെ മൊഴിയെടുത്തു. തൃശൂർ റേഞ്ച് ഡിഐജിയുടെ നേതൃത്വത്തിലാണ് മൊഴിയെടുത്തത്. തൃശൂർ കോർപ്പറേഷൻ നഗരത്തിന്റെ വിവിധയിടങ്ങളിൽ സ്ഥാപിച്ച പോർട്ടബിൾ ടോയ്ലറ്റുകൾ ഉപയോഗശൂന്യമായി. ശുചിമുറിയിലേക്ക് വെള്ളമെത്തിക്കാൻ സംവിധാനം ഒരുക്കാത്തതാണ് പ്രതിസന്ധിയായത്. കേരള സംഗീത നാടക അക്കാദമി കലാകാരന്മാർക്ക് ഏർപ്പെടുത്തിയ ഇൻഷുറൻസിനെതിരെ വ്യാജ പ്രചരണങ്ങൾ നടക്കുന്നതായി അക്കാദമി സെക്രട്ടറി കരിവെള്ളൂർ മുരളി. പ്രചരണത്തിന് പിന്നിൽ അക്കാദമിക്കും സർക്കാരിനുമെതിരെ കലാകാരന്മാരെ തിരിച്ചുവിടുവാനുള്ള രാഷ്ട്രീയ തന്ത്രമെന്ന് കരിവെള്ളൂർ മുരളി. മുപ്പുളിവണ്ടിന്റെ ശല്യം രൂക്ഷമായതിനെ തുടർന്ന് ദുരിതത്തിലായി അളകപ്പനഗർ പയ്യാക്കര പ്രദേശവാസികൾ. വേനൽ മഴയ്ക്ക് ശേഷമാണ് മുപ്പുളിവണ്ടിന്റെ ശല്യം രൂക്ഷമായത്. ആറ്റൂരിൽ ശക്തമായ കാറ്റിലും മഴയിലും 150ഓളം ചങ്ങാലിക്കുടൻ നേന്ത്രവാഴകൾ കടപുഴകി വീണു. 7 മാസം വളർച്ചയെത്തിയ വാഴകളാണ് ഒടിഞ്ഞു വീണത്. തിരുവല്ലാമല പറക്കോട്ടുകാവ് താലപ്പൊലി വർണ്ണാഭം പടിഞ്ഞാട്ടുമുറി കിഴക്കുമുറി പാമ്പാടി ദേശങ്ങളുടെ എഴുന്നള്ളിപ്പുകൾ ആവേശമാണ്. നമസ്കാരം. വാർത്തകളോട് വിശദാംശങ്ങളിലേക്ക്. അനാവശ്യ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി തൃശൂർ പൂരം അലങ്കോലമാക്കിയെന്ന പരാതിയിൽ തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വം ഭാരവാഹികളുടെ മൊഴിയെടുത്തു. തൃശൂർ റേഞ്ച് ഡിഐജി അജിത ബീഗത്തിന്റെ നേതൃത്വത്തിലാണ് മൊഴിയെടുത്തത്. പൂരദിവസമുണ്ടായ സംഭവങ്ങളെ സംബന്ധിച്ച് വിശദമായ മൊഴി തിരുവമ്പാടി ദേവസ്വം ഭാരവാഹികൾ ഡിഐജിക്ക് നൽകി. ആചാരാനുഷ്ഠാനങ്ങൾ സംരക്ഷിക്കുവാനും വരും വർഷങ്ങളിൽ തൃശൂർ പൂരം ഭംഗിയായി നടത്തുന്നതിനും പോലീസിന്റെ ഭാഗത്തുനിന്നും കൂടുതൽ സഹകരണമുണ്ടാകണമെന്ന് ഇരു ദേവസ്വം പ്രതിനിധികളും ആവശ്യപ്പെട്ടു. തിരുവമ്പാടി ദേവസ്വം പ്രസിഡന്റ് പത്മശ്രീ ഡോക്ടർ ടി.എ. സുന്ദർമേനോൻ, സെക്രട്ടറി കെ. ഗിരീഷ് കുമാർ, പാറമേക്കാവ് ദേവസ്വം സെക്രട്ടറി ജി. രാജേഷ് എന്നിവരാണ് മൊഴിയെടുപ്പിൽ ഹാജരായത്. തൃശൂർ കോർപ്പറേഷൻ നഗരത്തിന്റെ വിവിധ ഇടങ്ങളിൽ സ്ഥാപിച്ച പോർട്ടബിൾ ടോയ്ലറ്റുകൾ നോക്കുകുത്തിയായി മാറി. ടോയ്ലറ്റ് ഉപയോഗിക്കാൻ വെള്ളമില്ലാത്തതാണ് പ്രതിസന്ധിയായത്. പോർട്ടബിൾ ടോയ്ലറ്റുകൾക്ക് സമീപം വാട്ടർ ടാങ്ക് സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ഇതിൽ വെള്ളം എത്തിക്കുന്ന സംവിധാനം ഒരുക്കാൻ കോർപ്പറേഷൻ അധികൃതർ ശ്രദ്ധ ചെലുത്തുന്നില്ലെന്നാണ് ആക്ഷേപം. തൃശൂർ പ്രസ് ക്ലബിന് സമീപത്തെ 2 ടോയ്ലറ്റുകളിൽ ഒരെണ്ണം അടച്ചുപൂട്ടിയ നിലയിലാണ്. മറ്റൊന്നിൽ വെള്ളമില്ലാതെ ഉപയോഗിച്ചതിനാൽ രൂക്ഷമായ ദുർഗന്ധവും മാലിന്യവും നിറഞ്ഞ നിലയിലാണ്. നഗരത്തിൽ എത്തുന്നവർക്ക് ആശങ്കയില്ലാതെ ശങ്ക തീർക്കാൻ ഒരുക്കിയ സംവിധാനം പരിസരത്തെ കച്ചവടക്കാർക്കും മറ്റും ദുരിതമായി മാറിയിരിക്കുകയാണ്. കേരള സംഗീത നാടക അക്കാദമി കലാകാരന്മാർക്ക് ഏർപ്പെടുത്തിയ അപകട മെഡിക്കൽ ഇൻഷുറൻസിനെതിരെ വ്യാജ പ്രചാരണങ്ങൾ നടക്കുന്നതായി അക്കാദമി സെക്രട്ടറി കരിവെള്ളൂർ മുരളി പ്രസ്താവനയിൽ പറഞ്ഞു. അക്കാദമിക്കും സർക്കാരിനും എതിരായി കലാകാരന്മാരെ തിരിച്ചുവിടുന്നതിനുള്ള രാഷ്ട്രീയ പ്രേരിതമായ തന്ത്രം തിരിച്ചറിയണമെന്നും സംഗീത നാടക അക്കാദമി സെക്രട്ടറി പറഞ്ഞു. 2011 കലാകാരന്മാർക്ക് ഇൻഷുറൻസ് ആരംഭിച്ചത്. 600-ലധികം പേരാണ് ഇതിൽ അംഗങ്ങളായിരിക്കുന്നത്. അപകടങ്ങൾ സംഭവിച്ചാൽ 2 ലക്ഷം രൂപയും മെഡിക്കൽ ക്ലെയിമിന് 1 ലക്ഷം രൂപയുമായാണ് പദ്ധതി ആരംഭിച്ചത്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും ഇൻഷുറൻസ്, പെൻഷൻ, ക്ഷേമനിധി, ചികിത്സാ സഹായം എന്നീ പദ്ധതികൾ സംഗീത നാടക അക്കാദമിയിൽ മാത്രമാണ് തുടരുന്നതെന്നും സെക്രട്ടറി ചൂണ്ടിക്കാട്ടി. മുപ്പുളിവണ്ടിന്റെ ശല്യം രൂക്ഷമായതിനെ തുടർന്ന് ദുരിതത്തിലായി അളകപ്പനഗർ പഞ്ചായത്തിലെ പയ്യാക്കരയിലെ കുടുംബങ്ങൾ. വേനൽ മഴയ്ക്ക് ശേഷമാണ് മുപ്പുളിവണ്ടിന്റെ ശല്യമുണ്ടാകുന്നത്. 2 വർഷമായി ഈ സ്ഥിതിയാണെന്ന് നാട്ടുകാർ പറയുന്നു. ഓടിട്ട വീടുകളിലാണ് വണ്ടിന്റെ ശല്യം കൂടുതലായി അനുഭവപ്പെടുന്നത്. നവംബർ, മെയ് മാസങ്ങളിലാണ് മുപ്പുളിവണ്ടിന്റെ ശല്യം രൂക്ഷമാകുന്നതെന്നും ദിവസത്തിൽ കുറഞ്ഞത് 10 തവണയെങ്കിലും വീട് വൃത്തിയാക്കേണ്ട സ്ഥിതിയാണെന്നും മാടശ്ശേരി ചേരാനെല്ലൂക്കാരൻ റോസിലി പറയുന്നു. ഈ വണ്ടിന്റെ ശല്യം ഭയങ്കരമായിട്ട് 2 കൊല്ലത്തിനുള്ളിൽ കണ്ടമാനം ശല്യമായി പെരുകി വീട്ടില് സ്റ്റോക്കാണ്. അത് മാസത്തില് 10 ദിവസം വെച്ച് വീട് മാറിപ്പോവും. മഴ പെയ്ത് പിന്നീട് വെയിലുദിക്കുമ്പോ കണ്ടമാനം ഇളകും. വീട്ടിൽ താമസിക്കാനും ഭക്ഷണം വെച്ച് പാകം ചെയ്ത് കഴിക്കാനും ഒന്നിനും പറ്റാത്ത അവസ്ഥയാണ്. ഓടുമേഞ്ഞ വീടായതുകൊണ്ട് സമീപത്തെ മറ്റു വീടുകളേക്കാൾ റോസലിയുടെ വീട്ടിലാണ് കൂടുതൽ ബുദ്ധിമുട്ട് നേരിടുന്നത്. ഈ സമയങ്ങളിൽ ഭക്ഷണം പാകം ചെയ്യാനോ ഉറങ്ങാനോ സാധിക്കാത്ത സ്ഥിതിയാണ്. വണ്ടിനെ നശിപ്പിക്കാൻ മരുന്ന് തെളിച്ചെങ്കിലും മരുന്നിന്റെ ശക്തി കുറയുന്നതോടെ വീണ്ടും പഴയപടി നിറയുകയാണ്. തുടർച്ചയായി മരുന്നടിക്കുന്ന മുറയ്ക്ക് 3-4 ദിവസത്തേക്ക് മൂട്ടശല്യം ഇല്ലാതാകുമെങ്കിലും മഴയ്ക്ക് ശേഷമുള്ള വെയിലിൽ വണ്ടുകൾ വീണ്ടും കൂട്ടത്തോടെ നിറയുന്ന സ്ഥിതിയാണ്. വണ്ടുകൾ ശരീരത്തിൽ സ്പർശിക്കുന്നത് മൂലം അലർജി, തുമ്മൽ, ശ്വാസമുട്ട്, ചൊറിച്ചിൽ എന്നിവ അനുഭവപ്പെടുന്നുണ്ട്. ഈ സാഹചര്യങ്ങളിൽ റോസ്ലിയും സഹോദരനും അയൽപ്പക്കത്തുള്ള ബന്ധുവീട്ടിലാണ് അഭയം തേടുന്നത്. മരുന്ന് അടിച്ച് എല്ലാം നമ്മള് ക്ലീൻ ചെയ്ത് സർവ്വതും വെടുപ്പാക്കി കുറച്ച് ദിവസം കഴിഞ്ഞാൽ ആ മരുന്നിന്റെ മണം പോയി കഴിഞ്ഞാല് വീണ്ടും മഴയും വെയിലും വരുമ്പോ വീണ്ടും വരും. ഭക്ഷണം പാകം ചെയ്യാനും വെക്കാനും ഒന്നും പറ്റാത്ത അവസ്ഥയാണ്. ചെവിട്ടിൽ പോയിട്ട് കിടക്കാൻ പറ്റില്ല, ജീവിക്കാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. മുപ്പുളിവണ്ട ശല്യത്തിന് ശാസ്ത്രീയമായി പരിഹാരം കാണാൻ അധികൃതർ ഇടപെടണമെന്നാണ് വീട്ടുകാരുടെ ആവശ്യം. TCV പുതുക്കാട്.
ഓണവിപണിയെ ലക്ഷ്യമാക്കി കൃഷി ചെയ്ത 150ഓളം ചങ്ങാലിക്കുടൻ നേന്ത്രവാഴകൾ കാറ്റിലും മഴയിലും കടപുഴകി വീണു. കർഷകനായ ആറ്റൂർ മണ്ഡലംകുന്ന് നരിപ്പറ്റ പ്രതീഷ് ബാബുവിന്റെ വലിയൊരു സ്വപ്നമാണ് കാറ്റിലും മഴയിലും തകർന്നുപോയത്. ഓണവിപണിയെ ലക്ഷ്യമാക്കി നട്ടുവളർത്തിയുണ്ടാക്കിയ 150ഓളം വരുന്ന ചങ്ങാലിക്കോടൻ നേന്ത്രവാഴ കഴിഞ്ഞ ദിവസമുണ്ടായ കാറ്റിലും മഴയിലും കടപുഴകി വീണു. കർഷകനായ ആറ്റൂർ മണ്ഡലംകുന്ന് നരിപ്പറ്റ പ്രതീഷ് ബാബുവിന്റെ വലിയൊരു സ്വപ്നമാണ് കാറ്റിലും മഴയിലും തകർന്നുപോയത്. 7 മാസം തന്റെ മക്കളെപ്പോലെ സ്നേഹിച്ചു വളർത്തി പരിപാലിച്ചു കൊണ്ടുവന്ന കൃഷിയാണ് കഴിഞ്ഞ ദിവസം നിലം പതിച്ചത്. KSEB ഓവർസിയർ കൂടിയായ ബാബു 7 വർഷമായി കൃഷിയുമായി മുന്നോട്ടു പോകുന്നു. പണയം വെച്ചും ലോൺ എടുത്തുമാണ് ഇദ്ദേഹം കൃഷി ഇറക്കിയത്. ഷെല്ലാം ഒടിഞ്ഞു പോയി. ഇന്നലെ ഉണ്ടായ കാറ്റിലും മഴയിലും ഓണത്തിന് നല്ലൊരു ഇവിടെ പ്രതീക്ഷിച്ചാണ്. നല്ല വാഴകളായിരുന്നു, എല്ലാം നശിച്ചുപോയി. നോക്കാൻ പറ്റില്ല, വിഷമം തോന്നുന്നു. പിന്നെ അതിൽ കണ്ടില്ലേ കപ്പ 10-30 മൂട് കപ്പ കംപ്ലീറ്റ് പുഴങ്ങിന് അതൊന്നും ചെയ്യാൻ പറ്റില്ല. കംപ്ലീറ്റ് ഒടിഞ്ഞു പോയി. ഒടിയല്ല പുഴങ്ങിപ്പോയി. പുഴങ്ങിയായിരുന്നു, ഒടിഞ്ഞാൽ കുഴപ്പമുണ്ടായിരുന്നില്ല. കംപ്ലീറ്റ് ഇളകിപ്പോയി, ഒന്നും കിട്ടില്ലെന്നോ. ഒക്കെ കറക്റ്റ് ഓണത്തിന് വേണ്ടി ഉണ്ടാക്കിയതായിരുന്നു. കപ്പയും മഴയെല്ലാം. നല്ല രീതിയിൽ വിളവ് തരുന്ന 50ഓളം വരുന്ന കപ്പത്തറിയും നശിച്ചുപോയി. മുള്ളൂർക്കര കൃഷിഭവൻ ഓഫീസിൽ പരാതി നൽകി. അധികൃതർ ആശ്വാസ ധനസഹായം നൽകണമെന്നാണ് ഇദ്ദേഹത്തിന്റെ ആവശ്യം. TCV ന്യൂസ്, ചെറുതുരുത്തി. ആരവവും ആർപ്പുവിളികളുമായി വില്ലുവമലയിൽ താലപ്പൊലി ആഘോഷം വർണ്ണാഭം. തിരുവല്ലാമല പറക്കോട്ടുകാവ് താലപ്പൊലി മഹോത്സവത്തിന് സാക്ഷികളാകാൻ ആയിരങ്ങൾ ഒഴുകിയെത്തി. പടിഞ്ഞാട്ടുമുറി, കിഴക്കുമുറി, പാമ്പാടി എന്നീ ദേശങ്ങളിൽ നിന്നും വിവിധ കാഴ്ചകളും ഗജവീരന്മാരും വാദ്യമേളങ്ങളും താലപ്പൊലി പാറയിൽ അണിനിരന്നു. പടിഞ്ഞാട്ടുമുറി ദേശം വടക്കേ കൂട്ടാല ദേവീക്ഷേത്രത്തിൽ നിന്നും എഴുന്നള്ളിപ്പ് ആരംഭിച്ചു. പുതുപ്പള്ളി കേശവൻ തിടമ്പേറ്റി കൊമ്പൻ ഊക്കൻസ് കുഞ്ചുവിന്റെ അകമ്പടിയോടെയാണ് മല്ലിച്ചിറ അയ്യപ്പൻകാവിൽ നിന്ന് കിഴക്കുമുറി ദേശത്തിന്റെ എഴുന്നള്ളിപ്പ് ആരംഭിച്ചത്. പാമ്പാടി ദേശം മന്നം ക്ഷേത്രത്തിൽ നിന്നും എഴുന്നള്ളിപ്പ് ആരംഭിച്ചു. തിരുവമ്പാടി ചന്ദ്രശേഖരൻ തിടമ്പേറ്റി. കൂട്ടി എഴുന്നള്ളിപ്പിൽ 21 ഗജവീരന്മാർ അണിനിരന്നു. മേള കലാരംഗത്തെ ദീപ്തമായ ഓർമ്മയാണ് കേളത്ത് അരവിന്ദാക്ഷമാരാരെന്ന് മന്ത്രി കെ രാജൻ പറഞ്ഞു. കേളത്ത് അരവിന്ദാക്ഷമാരാരുടെ അനുസ്മരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. ലാളിത്യവും വിനയവും ഒത്തുചേർന്ന തികഞ്ഞ കലാകാരനായിരുന്നു കേളത്തെന്ന് പെരുവനം കുട്ടന്മാരാർ അനുസ്മരിച്ചു. മുൻമന്ത്രി VS സുനിൽകുമാർ, മുൻ MLA TV ചന്ദ്രമോഹൻ, BJP നേതാവ് B ഗോപാലകൃഷ്ണൻ, മേള കലാകാരന്മാരായ കിഴക്കൂട്ട് അനിയന്മാരാർ, പെരുവനം സതീശന്മാരാർ, ചെറുശ്ശേരി കുട്ടന്മാരാർ, വെളപ്പായ കീഴൂട്ട് നന്ദനൻ തുടങ്ങിയവർ സംസാരിച്ചു. KKM കുട്ടി അരവിന്ദാക്ഷമാരാരെ കുറിച്ചുള്ള സ്വന്തം കവിത ആലപിച്ചു. സംസ്ഥാനത്തെ പ്രതിദിന വൈദ്യുതി ഉപയോഗം വീണ്ടും കുറഞ്ഞു. ശനിയാഴ്ച ആകെ ഉപയോഗം 95.69 ദശലക്ഷം യൂണിറ്റാണ്. തുടർച്ചയായ രണ്ടാമത്തെ ദിവസമാണ് ഉപയോഗം 100 ദശലക്ഷം യൂണിറ്റിന് താഴെയെത്തുന്നത്. പീക്ക് ടൈം ആവശ്യകതയും കുറഞ്ഞു. 4585 മെഗാവാട്ടാണ് ഇന്നലത്തെ ആവശ്യകത. ആകെ ഉപയോഗം കുറഞ്ഞതോടെ മേഖല തിരിച്ചുള്ള വൈദ്യുതി നിയന്ത്രണത്തിൽ ഇളവേർപ്പെടുത്തും. ഘട്ടം ഘട്ടമായി നിയന്ത്രണം ഒഴിവാക്കുവാനാണ് KSEBയുടെ തീരുമാനം. പല സ്ഥലങ്ങളിലും വേനൽ മഴ കിട്ടാൻ തുടങ്ങിയതോടെയാണ് വൈദ്യുതി ഉപഭോഗം കുറഞ്ഞത്. നവീകരണം പൂർത്തിയാക്കി ഉദ്ഘാടനത്തിനൊരുങ്ങുകയാണ് തൃശൂരിലെ ആകാശപാത. പൂർണ്ണമായും ശീതീകരിച്ച ആകാശപാതയിൽ കോഫി ഷോപ്പുകളും കടകളും സ്ഥാപിക്കും. ലക്ഷക്കണക്കിന് രൂപയുടെ വരുമാനമാണ് കോർപ്പറേഷൻ ലക്ഷ്യമിടുന്നത്. ശീതീകരിക്കുന്നതിനോടൊപ്പം കോഫി പാർലറുകളും സ്ഥാപിക്കുന്നതോടെ ആകാശപാതയുടെ മുഖച്ഛായ തന്നെ മാറും. സംസ്ഥാനത്ത് തന്നെ നീളം കൂടിയ ആകാശപാതയാണ് തൃശൂരിലേത്. ഏറെ തിരക്കേറിയ ശക്തനഗറിലെ 4 റോഡുകളെ ബന്ധിപ്പിച്ചാണ് സ്കൈ വാക്കിന്റെ നിർമ്മാണം. നഗരത്തിൽ ഏറ്റവും അപകടം പിടിച്ച ഈ മേഖലയിൽ സുരക്ഷ ലക്ഷ്യമിട്ടാണ് ആകാശപാത ഒരുക്കിയത്. 4 ലിഫ്റ്റുകളും CCTV ക്യാമറകളും സ്ഥാപിച്ചു കഴിഞ്ഞു. വയറിംഗ് ജോലികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. 8 കോടി രൂപയാണ് നവീകരണത്തിനായി ചെലവിട്ടത്. ഇത് ധൂർത്താണെന്നും വിജിലൻസ് അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ട് പ്രതിപക്ഷം രംഗത്തെത്തിയിരുന്നു. ജൂൺ അവസാന വാരത്തോടെ ആകാശപാത പൊതുജനത്തിന് തുറന്നു നൽകുവാനാണ് കോർപ്പറേഷന്റെ തീരുമാനം. KSRTC ചാലക്കുടി ഡിപ്പോയുടെ അനാസ്ഥ മൂലം മലക്കപ്പാറയിലെ കാനനപ്പാതയിൽ യാത്രക്കാർ കുടുങ്ങിക്കിടന്നത് 6 മണിക്കൂർ. വൈകിട്ട് 6 മുതൽ അർദ്ധരാത്രി വരെ കുട്ടികളും സ്ത്രീകളും അടക്കം 35 യാത്രക്കാരാണ് ദുരിതമനുഭവിച്ചത്. കേടായ ബസ്സിന് പകരം മലക്കപ്പാറയിൽ സ്റ്റേ ചെയ്യുന്ന ബസ്സിൽ യാത്രക്കാരെ തിരികെ എത്തിക്കണമെന്ന് ആവശ്യം ഉദ്യോഗസ്ഥർ നിരസിച്ചെന്നും പരാതി ഉയർന്നു. സ്റ്റിയറിംഗിന് നേരത്തെ തകരാർ സംഭവിച്ച ബസ്സാണ് ചാലക്കുടിയിൽ നിന്നും സർവീസിന് പോയതെന്ന് യാത്രക്കാർ പറയുന്നു. വണ്ടിനെ കുറിച്ച് ഞങ്ങൾക്കൊന്നും അറിയില്ല, പക്ഷെ ഇതിന്റെ അവസ്ഥ നിങ്ങൾ കാണണം. ഈ തുണി വെച്ച് കെട്ടിവെച്ചേക്കണു. ഇങ്ങനെയുള്ള ഒരു വണ്ടിയാണ് ഇത്രയും
ഇത്രയും ഇതിലുള്ള ഈ സ്ഥലത്തേക്ക് വിടുന്നത്? ഇത്രയും വലിയൊരു ഇതില് നിങ്ങൾ ചെയ്യണത് ഇത്രയും വലിയൊരു തെണ്ടിത്തരം തന്നെ. അങ്ങനെ തന്നെ പറയണം, എല്ലാവരും തെണ്ടിത്തരമാണെന്ന് തന്നെ പറയണം. KSRTC എന്ന് പറഞ്ഞ സംഭവം എല്ലാവർക്കും ഒരേപോലെ ഉപകാരപ്പെടും, അതുപോലെ തന്നെ ഉപദ്രവമാവരുത് ആർക്കും. ഇത് നിങ്ങൾ പ്രതികരിക്കണം, എല്ലാവരും നാളേക്ക് വേണ്ടിയിട്ട് എല്ലാവരും നിങ്ങൾ പ്രതികരിക്കണത്. ശനിയാഴ്ച വൈകിട്ട് 5:15 മലക്കപ്പാറയിൽ നിന്നും പുറപ്പെട്ട ബസ്സാണ് പത്തടിപ്പാലത്ത് വെച്ച് ഓട്ടം നിലച്ചത്. ചാലക്കുടിയിൽ നിന്നും പകരം വിട്ട ബസ് സ്ഥലത്തെത്തി യാത്രക്കാരെ കയറ്റിയപ്പോൾ രാത്രി 11 മണി. വന്യമൃഗ ആക്രമണ ഭയവും ഭക്ഷണം കഴിക്കാതെയുള്ള ആലസ്യവുമായി സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർ ചാലക്കുടി സ്റ്റാൻഡിൽ തിരിച്ചെത്തുമ്പോൾ പുലർച്ചെ 2 മണി കഴിഞ്ഞിരുന്നു. ഡിപ്പോ അധികൃതരുടെ തികഞ്ഞ അനാസ്ഥയായിരുന്നു സംഭവത്തിന് പിന്നിലെന്ന് യാത്രക്കാരനായിരുന്ന കൊടകര സ്വദേശി മണികണ്ഠൻ പറഞ്ഞു. ഞങ്ങൾക്ക് അവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 1 മണിക്കൂറോളം ഹോൾഡ് ചെയ്യേണ്ട ഒരു സമയം ഉണ്ടായിരുന്നുള്ളൂ. കാരണം ആ മലക്കപ്പാറയിൽ 7 മണിക്ക് ട്രിപ്പ് അവസാനിപ്പിക്കുന്ന ആ ബസ് അന്ന് അവിടെ സ്റ്റേ ആണ്. അപ്പോൾ ആ ബസ് ഞങ്ങൾക്ക് കിട്ടിയിരുന്നുവെങ്കിൽ ഞങ്ങളൊരു 10 മണിയോട് കൂടി തന്നെ ഞങ്ങൾ ചാലക്കുടിയിൽ എത്തേണ്ടതായിരുന്നു. പക്ഷേ അതൊരു കാരണവശാലും മിഷൻ മാസ്റ്ററോ അല്ലെങ്കിൽ അവരുടെ ഡിപ്പോയിലെ ഉദ്യോഗസ്ഥരോ അതിനൊന്നും അനുസരിച്ചില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഞങ്ങൾ ഒരുപാട് തവണ അവരെ വിളിച്ചു. 2 തവണ വിളിച്ചപ്പോഴും അവരിങ്ങനെ പറഞ്ഞത് ഞങ്ങൾക്ക് ഇവിടെ മുകളിൽ നിന്ന് പെർമിഷൻ വേണമെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ എത്ര തവണ വിളിച്ചിട്ടും അവർ ഞങ്ങൾ കോളൊന്നും സ്വീകരിച്ചില്ല. അവസാനം 10:30 കഴിഞ്ഞു ഞങ്ങൾക്ക് ആ ബസ് കിട്ടിയപ്പോൾ 10:45 കൂടിയിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നത്. ഏകദേശം 2 മണിയോടെ അടുത്ത് ഞങ്ങളവിടെ എത്തുകയും ചെയ്തു. സ്റ്റിയറിംഗിന് നേരത്തെ കേട് സംഭവിച്ചിരുന്ന ബസ്സായിരുന്നു ഇതെന്നും കൊക്കയും മറ്റുമുള്ള ഭാഗത്ത് വെച്ചാണ് ബസിന്റെ നിയന്ത്രണം വിട്ടതെങ്കിൽ വൻ ദുരന്തത്തിൽ കലാശിക്കുമായിരുന്നുവെന്നും യുവാവ് പറഞ്ഞു. ജീവൻ പണയപ്പെടുത്തിയാണ് തങ്ങൾ മണിക്കൂറുകളോളം ബസ്സിൽ കഴിഞ്ഞതെന്ന് യാത്രക്കാർ പറയുന്നു. ഈ KSRTC ഒരു ഉത്തരവാദിത്തം കാണിക്കണ്ടേ? ഒരു 30 പേര് ഇപ്പോൾ യാത്രയുണ്ട് വണ്ടിയിൽ. കുഞ്ഞി പിള്ളേരുകൾ ഭക്ഷണം കഴിച്ചില്ല, ബസ്സിൻ്റെ പാടില്ല പറയണേ. ഈ കാട്ടിനുള്ളിൽ അവിടെ നിന്ന് ഭക്ഷണം കിട്ടണേ, ഞങ്ങൾ എന്ത് ചെയ്യേണ്ടത്? ഇനി വണ്ടിയുടെ അവസ്ഥ വളരെ മോശം വണ്ടിയാണിത്. ആ വണ്ടിയുടെ ഇത് നോക്കിയിട്ട് പുറത്തിറങ്ങാൻ പറ്റില്ല. അട്ട, പാമ്പ് ഇതൊക്കെ വരുമെന്നുള്ളതിൽ ഞങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല. പുലി, ആന അവിടെ നിൽപ്പുണ്ടെന്ന് പറയുന്നു. ഇതെല്ലാം കൊണ്ട് ഞങ്ങൾ പേടിച്ച് വിറങ്ങലിച്ച് വല്ലാത്തൊരു ബുദ്ധിമുട്ടിലേക്കാണ്. മഴയും ഇടിവെട്ടും ഒക്കെ പല വീട്ടിലേക്കൊന്ന് വിളിച്ചു പറയാനുള്ള ഒരു സൗകര്യം പോലും ഇല്ലായിരുന്നു. വനപാലകരും പോലീസും സ്ഥലത്തെത്തിയത് 9 മണിക്ക് ശേഷമായിരുന്നു. ഭക്ഷണം കിട്ടാതെ നിരവധി കുട്ടികൾ അവശതയിലായെന്നും യാത്രക്കാർ പരാതിപ്പെട്ടു. TCV ചാലക്കുടി. കാണാതായ പോലീസുകാരനായി അന്വേഷണം തുടരുന്നു. കൊടകര ആളൂർ സ്റ്റേഷനിലെ സീനിയർ CPO സലേഷിനെയാണ് കഴിഞ്ഞ ബുധനാഴ്ച മുതൽ കാണാതായത്. ജോലി സംബന്ധമായ സമ്മർദ്ദമാണ് പിന്നിലെന്ന് സുഹൃത്തുക്കളുടെ ആരോപണം. അതേസമയം പോലീസുകാരൻ എവിടെയാണെന്ന് സംബന്ധിച്ച് യാതൊരു സൂചനകളും അന്വേഷണ സംഘത്തിന് ഇതുവരെയും ലഭിച്ചിട്ടില്ല. അന്വേഷണം സംസ്ഥാനത്തിന് പുറത്തേക്കും വ്യാപിപ്പിച്ചു. അരങ്ങ് നിറഞ്ഞു നിന്ന വ്യക്തിത്വവും കേരളം കണ്ട മഹാപ്രഭാഷകരിൽ ഒരാളുമായിരുന്നു സുകുമാർ അഴീക്കോടെന്ന് എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് പ്രൊഫസർ SK വസന്തൻ പറഞ്ഞു. സുകുമാർ അഴീക്കോട് സ്മാരക സമിതിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച സുകുമാർ അഴീക്കോട് ജന്മദിനാഘോഷ സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സുകുമാർ അഴീക്കോടിന്റെ എഴുത്തിലും പ്രഭാഷണത്തിലും ഫലിതത്തിലും നർമ്മബോധവും ഉണ്ടായിരുന്നു. എന്നാൽ ഇന്നത്തെ നിരൂപണത്തിൽ നർമ്മബോധവും സഹിഷ്ണുതയും നഷ്ടമായിരിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. തൃശൂർ പ്രസ് ക്ലബ് ഹാളിൽ നടന്ന സാംസ്കാരിക സമ്മേളനത്തിൽ സുകുമാർ അഴീക്കോട് സ്മാരക സമിതി ചെയർമാൻ K. രാജൻ തല്ലൂർ അധ്യക്ഷത വഹിച്ചു. പ്രൊഫസർ M. ഹരിദാസ് അനുസ്മരണ പ്രഭാഷണം നടത്തി. സംഘാടക സമിതി ചെയർമാൻ ജയരാജ് വാര്യർ അഴീക്കോട് സ്മാരക അഖില കേരള പ്രസംഗ മത്സരത്തിലെ വിജയികൾക്കുള്ള സമ്മാനദാനം നിർവഹിച്ചു. പ്രസംഗ മത്സരത്തിൽ ഹെവേന ബിനു 1ാം സ്ഥാനവും KR പ്രവിയ 2ാം സ്ഥാനവും ഫിജോ ജോസ് 3ാം സ്ഥാനവും കരസ്ഥമാക്കി. ശ്രീ വടക്കുനാഥ ക്ഷേത്രത്തിൽ 3 ദിവസങ്ങളിലായി നടന്നുവന്ന ശങ്കര ജയന്തി ആഘോഷങ്ങൾക്ക് സമാപനമായി. ഗജരാജപുരത്ത് ആദിശങ്കരന്റെ ഛായാചിത്രം വഹിച്ചുകൊണ്ട് നഗരപ്രദക്ഷിണം നടന്നു. കൊച്ചിൻ ദേവസ്വം ബോർഡ് കൊമ്പൻ എറണാകുളം ശിവകുമാർ ആദിശങ്കരന്റെ കോലം വഹിച്ചു. നാഗസ്വരത്തിന്റെ അകമ്പടിയോടെയായിരുന്നു നഗരപ്രദക്ഷിണം. തുടർന്ന് നടുവിലാലിൽ നിന്നും ശ്രീമൂലസ്ഥാനത്തേക്ക് പഞ്ചവാദ്യവും അകമ്പടിയേകി. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ M. K. സുദർശൻ, സെക്രട്ടറി P. ബിന്ദു, ഡെപ്യൂട്ടി കമ്മീഷണർ സുനിൽ കർത്ത, അസിസ്റ്റന്റ് കമ്മീഷണർ ബിജുകുമാർ, ദേവസ്വം മാനേജർ സരിത, വടക്കുനാഥ ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് P. പങ്കജാക്ഷൻ, സെക്രട്ടറി TR ഹരിഹരൻ, ജീവധന മാനേജർ കൃഷ്ണൻകുട്ടി എന്നിവർ ചടങ്ങിന് നേതൃത്വം നൽകി. സംസ്കാര ചടങ്ങുകൾ വേണ്ട. മരണശേഷം ശരീരം മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് പഠിക്കുവാനും പരീക്ഷിക്കുവാനും വിട്ടു നൽകി വേലൂരിലെ ദമ്പതികൾ. ഇതൊരു പ്രതിഷേധവും പ്രതീകാത്മകവുമാണെന്ന നിലപാടിലാണ് ശർമ്മയും ഭാര്യ ബിന്ദുവും.
അവയവദാനത്തിന് ഒരാൾ മുതിർന്നാൽ തന്നെ ബന്ധുക്കൾ എതിർപ്പുമായി രംഗത്ത് വരുന്നതും പിന്തിരിപ്പിക്കുന്നതും പതിവാണ്. അങ്ങനെയുള്ളപ്പോൾ സംസ്കാര ചടങ്ങുകളും ആചാരങ്ങളും ഏറെയുള്ള നാട്ടിൽ മരണശേഷം മൃതദേഹം മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ വിട്ടു നൽകിയാലോ? അതും ദമ്പതികൾ. അതെ, തൃശൂർ വേലൂരിലെ ശർമ്മയും ഭാര്യ ബിന്ദുവുമാണ് മരണശേഷം ശരീരം തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന് നൽകാൻ തീരുമാനിച്ചത്. കഴിഞ്ഞ വർഷം അപേക്ഷ നൽകിയെങ്കിലും സാങ്കേതിക കാരണങ്ങളാൽ അധികൃതർ നിരസിച്ചു. എന്നാൽ ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിൽ വീണ്ടും നൽകിയ സമ്മതപത്രം സ്വീകരിച്ചുകൊണ്ട് ഇരുവർക്കും രേഖാമൂലമുള്ള അറിയിപ്പ് ലഭിച്ചു. നിലവിലെ ചില വ്യവസ്ഥകളോടുള്ള തങ്ങളുടെ നിലപാട് കൂടിയാണ് ഇത്തരമൊരു തീരുമാനത്തിന് പിന്നിലെന്ന് ഇരുവരും സാക്ഷ്യപ്പെടുത്തുന്നു. ജീവനുള്ള എല്ലാ വ്യവസ്ഥയ്ക്കും മരണമുണ്ട്. പക്ഷേ ഈ മരണം എന്നുള്ള യാഥാർത്ഥ്യത്തെ ഒരുപാട് അന്ധവിശ്വാസങ്ങളായിട്ട് കൂട്ടിക്കലർത്തിയിട്ട് അതിനെ ജീവിത ഉപാധിയാക്കുന്ന ഒരു വിഭാഗമുണ്ട്. ശാസ്ത്രം ഇത്രയും ഉയർന്ന ഈ കാലഘട്ടത്തിലും ഈ മരണത്തെ ഇത്തരം രീതിയിൽ ഉപയോഗിക്കപ്പെടുമ്പോൾ, ഇതിനെ ഉപാധിയാക്കി ഒരു വിഭാഗം ജീവിക്കുമ്പോൾ അതിനെതിരെയുള്ള ഒരു പ്രതിഷേധം കൂടിയാണ് എൻ്റെ ബോഡി മെഡിക്കൽ കോളേജിലേക്ക് കൊടുക്കുക. അതിന് വേറൊരു ഉദ്ദേശം കൂടി ഉണ്ടല്ലോ. എൻ്റെ ബോഡി അവർക്ക് മെഡിക്കൽ കോളേജ് പരിശോധിച്ചിട്ട് പുതിയ മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടി എന്തെങ്കിലും കണ്ടുപിടുത്തം കിട്ടുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഞാൻ തന്നെയായി എന്നുള്ളതാണ്. താല്പര്യമറിയിച്ച തങ്ങൾക്ക് പൂർണ്ണ പിന്തുണയാണ് രണ്ടു മക്കളും കുടുംബവും നൽകിയത്. മാത്രമല്ല, ഇതൊരു നല്ല മാതൃകയായി കാണാനാണ് മക്കളുടെ ആഗ്രഹവും. നമുക്ക് ഓരോരുത്തർക്കും സമൂഹത്തിനോട് ഒരു പ്രതിബദ്ധതയുണ്ട്. നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നല്ല കർമ്മങ്ങൾ ചെയ്യുക എന്നതാണ്. അതുപോലെ തന്നെയാണ് മരണശേഷം നമുക്ക് എന്ത് സംഭവിക്കുന്നത് നമ്മൾക്ക് ആർക്കും അറിയില്ല. പക്ഷേ നമ്മുടെ ഒരു ബോഡി ദാനം ചെയ്തുകൊണ്ട് നമ്മുടെ സമൂഹത്തിന് എന്തെങ്കിലും നേട്ടങ്ങളുണ്ടെങ്കിൽ അതിൽ സന്തോഷിക്കുന്നതാണ്. അങ്ങനെയാണ് ഞങ്ങൾ ഈ ഒരു തീരുമാനത്തിൽ എത്തിയിട്ടുള്ളത്. 2 മക്കളാണ് ഉള്ളത്. 2 പേരും അവരുടെ സമ്മതത്തോടു കൂടി തന്നെയാണ് ഞങ്ങൾ ഇതിന് തയ്യാറായിട്ടുള്ളത്. ഭാവിയിൽ അവരും ഈ ഒരു പാതയെ പിന്തുടരും എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. വായന തന്ന അറിവാണ് ഈ ഉറച്ച നിലപാടിലേക്കും തീരുമാനത്തിലേക്കും ഇവരെ നയിച്ചത്. പല കാലത്തെ വായനകളാണ് നമ്മൾ ഇത്തരത്തിൽ തീരുമാനമെടുക്കാൻ, എൻ്റെ കുടുംബത്തിലേക്കും തീരുമാനമെടുക്കാനുള്ള കാര്യങ്ങളുണ്ടായത്. ചിത്രകാരനും ഫോട്ടോഗ്രാഫറുമാണ് വേലൂരുകാരുടെ ശർമാജി. നിരവധി ഫോട്ടോ പെയിന്റിംഗ് എക്സിബിഷനുകൾ സംഘടിപ്പിച്ച് ശ്രദ്ധ നേടിയിട്ടുള്ള ശർമ്മ ഒട്ടനവധി മത്സരങ്ങളിൽ ജേതാവുമായി. ഗുജറാത്തിലെ വഡോദരയിൽ ജനിച്ചു വളർന്ന പ്രിയപത്നി ബിന്ദു വേലൂർ ഗ്രാമപഞ്ചായത്തിലെ 15ാം വാർഡ് മെമ്പറാണ്. കുടുംബശ്രീയിലും സംഘടനാ പൊതുപ്രവർത്തന രംഗത്തും സജീവമായ ബിന്ദു ബ്യൂട്ടീഷ്യൻ കൂടിയാണ്. ഉറച്ച നിലപാടുകളും മാതൃകാപരമായ ആശയങ്ങളുമായി ഇരുവരും തങ്ങളുടെ ജീവിതയാത്ര തുടരുകയാണ്. അന്താരാഷ്ട്ര യോഗാസന ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണ മെഡൽ നേടി തിരിച്ചെത്തിയ ഇന്ത്യൻ ടീം അംഗങ്ങൾക്ക് തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരണം നൽകി. നേപ്പാളിലെ പൊക്രായിൽ നടന്ന അന്താരാഷ്ട്ര യോഗാസന മത്സരത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത് 19 സ്വർണ്ണ മെഡലും 2 വെള്ളി മെഡലും കരസ്ഥമാക്കി തിരിച്ചുവന്ന ഇന്ത്യൻ ടീം അംഗങ്ങളായ നന്ദിക്കര ശ്രീരാമകൃഷ്ണ വിദ്യാനികേതൻ പബ്ലിക് സ്കൂളിലെ 21 വിദ്യാർത്ഥികൾക്കും കോച്ചിനുമാണ് തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരണം നൽകിയത്. സ്വീകരണത്തിന് വിദ്യാലയ സമിതി പ്രസിഡന്റ് TC തിലകൻ, സെക്രട്ടറി വിജയൻ മേപ്രത്ത്, പ്രിൻസിപ്പൽ KR വിജയലക്ഷ്മി, KM സിദ്ധാർത്ഥൻ, K രവീന്ദ്രൻ, O സുമേഷ് മേനോൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. തൃക്കൂർ സർവോദയ ഹൈസ്കൂളിലെ 1985-86 SSLC ബാച്ചിന്റെ സഹപാഠി സംഗമം നടന്നു. സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയും തൃശൂർ സെന്റ് തോമസ് കോളേജിലെ മുൻ അധ്യാപകനും കെമിസ്ട്രി വിഭാഗം തലവനുമായിരുന്ന പ്രൊഫസർ TK പരശുരാമൻ സംഗമം ഉദ്ഘാടനം ചെയ്തു. സിജിമോൾ അബ്രഹാം അധ്യക്ഷത വഹിച്ചു. സംഘാടക സമിതി കൺവീനർ ഷാജു ഡൊമിനിക്, സിസ്റ്റർ എൽസ ഗ്രേസ്, ഗിരിജൻ, അശോകൻ തുടങ്ങിയവർ സംസാരിച്ചു. ഉടുക്കിൽ പാണ്ടിമേളം ചെയ്ത് ഗിന്നസ് റെക്കോർഡിന് അർഹയായ ആദ്യ വനിത സംഗീത ശിവശങ്കറിനെ ചടങ്ങിൽ ആദരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. പ്രായത്തെ കൂസാതെ 100ാം വയസ്സിലും ഗാനാലാപനത്തിലൂടെ നിർവൃതി നേടുകയാണ് അരിമ്പൂരിലുള്ള പത്മിനിയമ്മ. പരസഹായത്തോടെയാണ് എഴുന്നേറ്റ് നടക്കുന്നതെങ്കിലും പണ്ട് പാടിപ്പാടി മനസ്സിൽ പതിഞ്ഞ പാട്ടുകൾ പാടി തന്റെ നല്ല നാളുകളെ നെഞ്ചേറ്റുകയാണ് ഈ അമ്മ.
അരുമ്പൂർ ഹൈസ്കൂളിന് സമീപം ചക്കും കുമരത്ത് കൃഷ്ണൻകുട്ടി നായരുടെ ഭാര്യയാണ് പത്മിനിയമ്മ. പ്രായത്തിന്റെ അവശതകൾ ഉള്ളതിനാൽ പരസഹായത്തോടെ വീൽചെയറിലാണ് വീടിനകത്ത് സഞ്ചാരം. പറയത്തക്ക രോഗങ്ങളില്ലെന്നുള്ള ആശ്വാസവുമുണ്ട്. ഓർമ്മക്കുറവുണ്ടെങ്കിലും കേട്ടുതഴകിയ ആദ്യകാല സിനിമാ ഗാനങ്ങളും ഭക്തിഗാനങ്ങളും പാടാൻ ഇപ്പോഴും പത്മിനിയമ്മയ്ക്ക് ഇഷ്ടമാണ്. പർവ്വത നിരയുടെ അനിനീരെ കൊണ്ടു നടക്കുന്ന മലയാളി പെണ്ണാണ് നീ, ഓരോ മലയാളി പെണ്ണാണ് നീ. സംഗീതം ശാസ്ത്രീയമായി പരിശീലിച്ചിട്ടില്ലെങ്കിലും ഈ 100-ാം വയസ്സിലും പത്മിനിയമ്മ പാട്ടുപാടാൻ റെഡിയാണ്. പാടുമ്പോൾ ഇടയ്ക്ക് ചില വരി മറന്നുപോകും. വീണ്ടും ഓർത്തെടുത്ത് പാടും. അല്ലെങ്കിൽ മക്കൾ സഹായിക്കും. ഈ പ്രായത്തിലും ചുറുചുറുക്കോടെ ഇരിക്കാൻ പ്രചോദനമേകുന്നതും സംഗീതമാണ്. എനിക്ക് പാട്ട് പഠിക്കാൻ വലിയ ഇഷ്ടമായിരുന്നു. സ്കൂളിൽ പഠിക്കുമ്പോഴും 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കല്യാണം കഴിയുന്നവരെ പാട്ട് സ്കൂളിൽ പാടാറുണ്ട്. അമ്പലത്തിൽ രാമായണം വായിക്കാൻ പോകാറുണ്ട്. എല്ലാവരുടെ കൂടെ പാട്ട് പാടും, കയ്യോട്ടി കളിക്കും. അതൊക്കെ വലിയ ഇഷ്ടമായിരുന്നു. മുമ്പൊക്കെ അരിമ്പൂരിലെ ഗ്രന്ഥശാലയിൽ നിന്ന് മക്കൾ കൊണ്ടുവരുന്ന പുസ്തകങ്ങൾ വായിക്കുന്ന ശീലമുണ്ടായിരുന്നു. വായന ഇപ്പോഴും ഇഷ്ടമാണ്. 6 ആൺമക്കളും 3 പെൺമക്കളുമാണ് പത്മിനിയമ്മയ്ക്ക്. മക്കളും മരുമക്കളും സകല പിന്തുണയുമായി ഒപ്പമുള്ളപ്പോൾ പ്രായം തോറ്റുപോവുകയാണ് ഈ അമ്മയുടെ മനസ്സിന്റെ യൗവനത്തിനു മുൻപിൽ. TCV ന്യൂസ്, തൃശൂർ. തൃശൂർ ലിറ്റററി ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ ചേറൂർ സാഹിതിയിൽ NV കൃഷ്ണവാര്യർ സ്മൃതി പ്രഭാഷണം സംഘടിപ്പിച്ചു. എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് ഡോക്ടർ SK വസന്തൻ, കവി പ്രൊഫസർ KV രാമകൃഷ്ണൻ, സാഹിത്യ അക്കാദമി സെക്രട്ടറി CP അബൂബക്കർ, ഡോക്ടർ K കൃഷ്ണകുമാരി എന്നിവർ പ്രഭാഷണങ്ങൾ നടത്തി. ലിറ്റററി ഫോറം ഭാരവാഹികളായ PRK ചേനം, അപർണ ബാലകൃഷ്ണൻ, PV വിനോദ് തുടങ്ങിയവർ സംസാരിച്ചു. ട്രഡീഷണൽ ഷോട്ടോക്കാൻ കരാട്ടയുടെ സംസ്ഥാനതല സീനിയർ കരാട്ടെ ക്യാമ്പ് തൃശൂരിൽ നടന്നു. ദേവമാത CMI പബ്ലിക് സ്കൂളിൽ നടന്ന ക്യാമ്പ് മുൻ മേയർ K രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. 14 ജില്ലകളിൽ നിന്ന് 250ഓളം സീനിയർ കരാട്ടെ വിദ്യാർത്ഥികൾ ക്യാമ്പിൽ പങ്കെടുത്തു. ഷോട്ടോക്കാൻ കരാട്ടെ ഇന്ത്യൻ ചീഫ് ഷിഹാൻ സത്രജിത്ത് ചൌധരി പരിശീലനത്തിന് നേതൃത്വം നൽകി. മുന്നോട്ട് സൈഡിലേക്ക് നോക്കട്ടെ. അതിരപ്പള്ളി വാശിമരം വനത്തിൽ കാട്ടാനയുടെ ജഡം കണ്ടെത്തി. ഏകദേശം 60 വയസ്സ് പ്രായമുള്ള പിടിയാനയുടെ ജഡമാണ് കണ്ടെത്തിയത്. വനപാലകർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. പോസ്റ്റ്മോർട്ടം തിങ്കളാഴ്ച നടത്തുമെന്ന് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. അതിരപ്പള്ളിക്കടുത്ത് കണ്ണൻകുടിയിൽ പുഴയിൽ കുളിച്ചുകൊണ്ടിരുന്ന വിനോദസഞ്ചാരികൾക്ക് നേരെ കാട്ടാനകളുടെ ആക്രമണം. കുളിച്ചുകൊണ്ടിരുന്നവർ പെട്ടെന്ന് ഓടിപ്പോയതിനാൽ അപകടമൊഴിവായി. ഞായറാഴ്ച വൈകിട്ടായിരുന്നു സംഭവം. നാട്ടുകാരും ഉൾപ്പെടെ 20ഓളം ആളുകളാണ് കണ്ണൻകുടി തോട് ചേരുന്ന പുഴയുടെ ഭാഗത്ത് കുളിച്ചുകൊണ്ടിരുന്നത്. പുഴയുടെ ഓരം ചേർന്നെത്തിയ 5 ആനകൾ ആൾക്കൂട്ടത്തിനടുത്തേക്ക് പാഞ്ഞെടുക്കുകയായിരുന്നു. ഇതിനിടെ ആളുകൾ ഉച്ചത്തിൽ ബഹളം വെച്ച് പാറപ്പുറത്തേക്ക് ഓടിക്കയറി. പിന്നീട് ആനക്കൂട്ടം തിരിച്ചു പോവുകയും ചെയ്തു. ചെറുതുരുത്തി പൈങ്കുളം റെയിൽവേ ഗേറ്റിന് സമീപത്ത് നിന്ന് നക്ഷത്ര ആമയെ കണ്ടുകെട്ടി. പഞ്ചായത്ത് അംഗമായ പ്രതീഷിനെ വിവരമറിയിച്ചതിനെ തുടർന്ന് മായന്നൂർ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി ആമയെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി. കുന്നംകുളം അഞ്ഞൂരിൽ കിണർ വൃത്തിയാക്കാനിറങ്ങി കിണറ്റിൽ കുടുങ്ങിയ യുവാവിനെ കുന്നംകുളം അഗ്നിരക്ഷാ സേന രക്ഷപ്പെടുത്തി. അഞ്ഞൂർ സ്വദേശി കല്ലുവളപ്പിൽ വീട്ടിൽ ഹുസൈനാണ് കിണറ്റിൽ കുടുങ്ങിയത്. അഞ്ഞൂർ സ്വദേശി ഉമ്മറിന്റെ വീട്ടിലെ കിണർ വൃത്തിയാക്കാനിറങ്ങിയ ഉനൈസ് കിണർ വൃത്തിയാക്കി തിരിച്ചു കയറാൻ നേരം ശരീരം തളർന്ന് കിണറ്റിൽ കുടുങ്ങുകയായിരുന്നു. സംഭവം ശ്രദ്ധയിൽപ്പെട്ടതോടെ പ്രദേശവാസികൾ ഉനൈസിനെ കിണറ്റിൽ നിന്നും പുറത്തെത്തിക്കാൻ ശ്രമം നടത്തിയെങ്കിലും വിഫലമായതിനെ തുടർന്ന് ഫയർഫോഴ്സ് എത്തിയാണ് പുറത്തെടുത്തത്.
തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ രോഗിയുടെ ആക്രമണത്തിൽ 4 യുവാക്കൾക്ക് പരിക്കേറ്റു. കുന്നംകുളം സ്വദേശികളായ സന്ദീപ്, വിഷ്ണു, രോഹിത്, വൈശാഖ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ആശുപത്രിയിലെ ഓർത്തോ വാർഡിലായിരുന്നു സംഭവം. വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന സുഹൃത്തിനെ കാണുവാനെത്തിയ യുവാക്കളെയാണ് സമീപത്തെ ബെഡിൽ കിടന്നിരുന്ന രോഗി ആക്രമിച്ചത്. ഇവിടെ ഉണ്ടായിരുന്ന ഇരുമ്പ് കസേരയെടുത്ത് യുവാക്കളുടെ തലയ്ക്കടിക്കുകയായിരുന്നു. അടിയേറ്റ 2 പേർ അബോധാവസ്ഥയിലായി. ഇവരെ അത്യാഹിത വിഭാഗത്തിലേക്ക് മാറ്റി. വീണ്ടും പ്രധാന വാർത്തകൾ. അനാവശ്യ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി തൃശൂർ പൂരം അലങ്കോലമാക്കിയെന്ന പരാതിയിൽ തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വം ഭാരവാഹികളുടെ മൊഴിയെടുത്തു. തൃശൂർ റേഞ്ച് ഡിഐജിയുടെ നേതൃത്വത്തിലാണ് മൊഴിയെടുത്തത്. തൃശൂർ കോർപ്പറേഷൻ നഗരത്തിന്റെ വിവിധ ഇടങ്ങളിൽ സ്ഥാപിച്ച പോർട്ടബിൾ ടോയ്ലറ്റുകൾ ഉപയോഗശൂന്യമായി. ശുചിമുറിയിലേക്ക് വെള്ളമെത്തിക്കുവാൻ സംവിധാനം ഒരുക്കാത്തതാണ് പ്രതിസന്ധിയായത്. കേരള സംഗീത നാടക അക്കാദമി കലാകാരന്മാർക്ക് ഏർപ്പെടുത്തിയ ഇൻഷുറൻസിനെതിരെ വ്യാജ പ്രചരണങ്ങൾ നടക്കുന്നതായി അക്കാദമി സെക്രട്ടറി കരിവള്ളൂർ മുരളി. പ്രചരണത്തിന് പിന്നിൽ അക്കാദമിക്കും സർക്കാരിനുമെതിരെ കലാകാരന്മാരെ തിരിച്ചുവിടുവാനുള്ള രാഷ്ട്രീയ തന്ത്രമെന്ന് കരിവള്ളൂർ മുരളി. മുപ്പിളിവണ്ടിന്റെ ശല്യം രൂക്ഷമായതിനെ തുടർന്ന് ദുരിതത്തിലായി അളകപ്പനഗർ പയ്യാക്കര പ്രദേശവാസികൾ. വേനൽ മഴയ്ക്ക് ശേഷമാണ് മുപ്പിളിവണ്ടിന്റെ ശല്യം രൂക്ഷമായത്. ആറ്റൂരിൽ ശക്തമായ കാറ്റിലും മഴയിലും 150ഓളം ചങ്ങാലിക്കുടൻ നേന്ത്രവാഴകൾ കടപുഴകി വീണു. 7 മാസം വളർച്ചയെത്തിയ വാഴകളാണ് ഒടിഞ്ഞു വീണത്. തിരുവില്ലാമല പറക്കൂട്ടുകാവ് താലപ്പൊലി വർണ്ണാഭം, പടിഞ്ഞാട്ടുമുറി, കിഴക്കുമുറി, പാമ്പാടി ദേശങ്ങളുടെ എഴുന്നള്ളിപ്പുകൾ ആവേശമായി. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.